വിവാഹം അത് വേണോ? 100 വിവാഹമോചിതർ പങ്കുവച്ച അനുഭവങ്ങളും പാഠങ്ങളും. വിവാഹം കഴിച്ചവരും കഴിക്കാനിരിക്കുന്നവരും കഴിപ്പിക്കുന്നവരും സമൂഹവും ഒരുപോലെ കേട്ടിരിക്കേണ്ട ഓഡിയോ ബുക്ക്. നറേറ്റഡ് ബൈ ദ ഓതർ സാജു മാത്യു. ആമുഖം. ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നാണ് വിവാഹം. നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമാണ്. ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്നതും പ്രധാനമാണ്. ഏത് രാജ്യത്തേക്ക് പോകണം, ഏത് ബിസിനസ് തുടങ്ങണം, ആരോടൊപ്പം ചേർന്ന് ജോലി ചെയ്യണം, ഇതെല്ലാം ജീവിതത്തെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങളാണ്. പക്ഷേ ഇവയിൽ ഏതെങ്കിലും ഒരു തീരുമാനം തെറ്റിയാൽ ജീവിതം വീണ്ടും പുനർനിർമ്മിക്കാൻ സാധിക്കും. വീണ്ടും പഠിക്കാം, വീണ്ടും ജോലി കണ്ടെത്താം, വീണ്ടും ബിസിനസ് തുടങ്ങാം, വീണ്ടും സമ്പാദിക്കാം. പക്ഷേ ഒരു തെറ്റായ വിവാഹ തീരുമാനം ഒരു മനുഷ്യൻ്റെ ജീവിതം മാത്രമല്ല, അവൻ്റെ സ്വപ്നങ്ങളെയും മാതാപിതാക്കളുടെ പ്രതീക്ഷകളെയും മക്കളുടെ ഭാവിയെയും സാമ്പത്തിക സുരക്ഷയെയും മാനസികാരോഗ്യത്തെയും ചിലപ്പോൾ വിശ്വാസത്തെയും പോലും തകർക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഞാൻ വിവാഹത്തെ എതിർക്കുന്ന ആളല്ല, മറിച്ച് വിവാഹം മനുഷ്യജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥാപനങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. 2 വ്യക്തികൾ, 2 കുടുംബങ്ങൾ, 2 ജീവിതയാത്രകൾ ഒരു ലക്ഷ്യത്തിലേക്ക് ഒന്നിക്കുന്ന മഹത്തായ തീരുമാനമാണ് വിവാഹം എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഒരു ചോദ്യം ഞാൻ വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹത്തിനായി നാം തയ്യാറെടുക്കുന്നുണ്ടോ? അതോ വിവാഹ ചടങ്ങിന് വേണ്ടി മാത്രമാണോ തയ്യാറെടുക്കുന്നത്? ഇന്ന് വിവാഹത്തിന് വേണ്ടി നാം മാസങ്ങളോളം തയ്യാറെടുക്കുന്നു. മണ്ഡപം തിരഞ്ഞെടുക്കുന്നു, കാറ്ററിംഗ് തീരുമാനിക്കുന്നു, ഫോട്ടോഗ്രാഫറെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നു, വസ്ത്രങ്ങൾ വാങ്ങുന്നു, ആഭരണങ്ങൾ വാങ്ങുന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുന്നു, ഹണിമൂൺ പ്ലാൻ ചെയ്യുന്നു, അതിഥി പട്ടിക തയ്യാറാക്കുന്നു, സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ പോലും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം വരുന്ന 50 വർഷത്തിനായി എത്ര പേർ തയ്യാറെടുക്കുന്നു? ഒരു നല്ല ഭർത്താവാകാൻ, ഒരു നല്ല ഭാര്യയാകാൻ, ഒരു നല്ല കുടുംബം നിർമ്മിക്കാൻ, ഒരു നല്ല മാതാവോ പിതാവോ ആകാൻ ആരെങ്കിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ പുസ്തകത്തിൻ്റെ ആശയം ജനിച്ചത് ഒരു ദിവസം കൊണ്ടല്ല, വർഷങ്ങളായി ഞാൻ കണ്ട ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. നേതൃത്വ പരിശീലനങ്ങളിൽ, കൗൺസിലിംഗ് സെഷനുകളിൽ, വ്യക്തിഗത സംഭാഷണങ്ങളിൽ, സെമിനാറുകൾക്ക് ശേഷം ആളുകൾ ഒറ്റയ്ക്ക് വന്ന് പങ്കുവച്ച അനുഭവങ്ങളിൽ ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് കേട്ടു. സർ, ആരെങ്കിലും ഇതൊക്കെ എനിക്ക് വിവാഹത്തിന് മുമ്പ് ഒന്ന് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ. ആ വാക്കുകൾ എന്നെ ഏറെ ചിന്തിപ്പിച്ചു. ഈ പുസ്തകത്തിനായി ഞാൻ സംസാരിച്ചത് നിരവധി വിവാഹമോചിതരോടാണ്. അവരിൽ ചിലർ ഇന്ത്യക്കാരായിരുന്നു, മറ്റു ചിലർ ആഫ്രിക്കക്കാർ, ചിലർ ഫിലിപ്പീൻസുകാർ, ചിലർ ശ്രീലങ്കയിൽ നിന്ന്, മറ്റു ചിലർ യൂറോപ്പിൽ നിന്ന്. അവരുടെ ഭാഷകൾ വ്യത്യസ്തമായിരുന്നു, സംസ്കാരങ്ങൾ വ്യത്യസ്തമായിരുന്നു, മതങ്ങൾ പലതായിരുന്നു, രാജ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. പക്ഷേ അവരുടെ കണ്ണീരിൻ്റെ ഭാഷ ഒന്നായിരുന്നു. അവരുടെ വേദനയുടെ ശബ്ദം വ്യത്യസ്തമായിരുന്നില്ല. അവരുടെ പശ്ചാത്താപത്തിൽ ഒരേ തേങ്ങലായിരുന്നു. ചിലർ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പഠിച്ചിരുന്നില്ല. മറ്റു ചിലർ പറഞ്ഞു, ഞങ്ങൾ വിവാഹത്തിന് തയ്യാറായിരുന്നില്ല. ചിലർ പറഞ്ഞു, ഞങ്ങൾ പ്രണയിച്ചിരുന്നു, പക്ഷേ ജീവിതം പങ്കിടാൻ പഠിച്ചിരുന്നില്ല. ഈ പുസ്തകത്തിൽ ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നില്ല, പുരുഷന്മാരെയും കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് തെറ്റായ തീരുമാനങ്ങളെയും അപക്വമായ പ്രതീക്ഷകളെയും തയ്യാറെടുപ്പില്ലാത്ത വിവാഹത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ചിലർ വിവാഹം കൂടുതൽ ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുത്തേക്കാം, മറ്റു ചിലർ ഇനിയും തയ്യാറാകേണ്ടതുണ്ടെന്ന് തിരിച്ചറിയും. രണ്ടും വിജയമാണ്. കാരണം ബോധപൂർവം നിങ്ങളെടുക്കുന്ന തീരുമാനം ഒരിക്കലും പരാജയമാകില്ല. ഒരപേക്ഷ മാത്രം, ഈ പുസ്തകം വേഗത്തിൽ വായിക്കരുത്. ഓരോ അധ്യായവും കഴിഞ്ഞാൽ ഒരു നിമിഷം നിർത്തുക, സ്വയം ചോദിക്കുക, ഞാൻ ശരിക്കും തയ്യാറാണോ? ആ ചോദ്യത്തിനുള്ള നിങ്ങളുടെ സത്യസന്ധമായ ഉത്തരമാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ സാധ്യതയുള്ളത്. നമുക്ക് തുടങ്ങാം. സ്നേഹപൂർവ്വം, സാജു മാത്യു. അധ്യായം 1. ഒരു വിവാഹ ദിവസം, 2 ജീവിതങ്ങൾ. വിവാഹം കഴിഞ്ഞ ദിവസം ഞാൻ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായിരുന്നു. വിവാഹമോചനം നടന്ന ദിവസം മുതൽ കണ്ണാടിയിൽ നോക്കാൻ പോലും എനിക്ക് ഭയമാണ്. അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മിയുടെ ശബ്ദം വല്ലാണ്ട് പതറിയിരുന്നു. ദുബായിലെ
ഷെയ്ഖ് സായിദ് റോഡിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ 18-ാം നിലയിലെ എൻ്റെ ഓഫീസിൻ്റെ വിശാലമായ ഗ്ലാസ് ജാലകത്തിലേക്ക് അവൾ നിശബ്ദയായി നോക്കി നിന്നു. താഴെ നഗരം പതിവ് പോലെ ഓടിക്കൊണ്ടിരുന്നു. വാഹനങ്ങളുടെ നീണ്ട നിര, ആകാശത്തെ തൊടുന്ന കെട്ടിടങ്ങൾ, വിജയത്തിൻ്റെ തിളക്കമുള്ള ലോകം. പക്ഷേ ആ ഗ്ലാസിൽ പ്രതിഫലിച്ച മുഖത്തിൽ ഞാൻ കണ്ടത് വിജയിച്ച ഒരു പ്രൊഫഷണലിനെയല്ല, മറിച്ച് ജീവിതത്തോട് പൊരുതി തോറ്റുപോയ ഒരു പാവം പെൺകുട്ടിയായിരുന്നു. കുറച്ച് നിമിഷത്തേക്ക് അവൾ ഒന്നും പറഞ്ഞില്ല. പിന്നീട് പതുക്കെ തുടങ്ങി. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രഭാതമായിരുന്നു. വിവാഹമണ്ഡപം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. എങ്ങും പൂക്കളുടെ സുഗന്ധം, മംഗളവാദ്യങ്ങളുടെ ശബ്ദം വളരെ ഉച്ചത്തിലായിരുന്നു. ക്യാമറകളുടെ മിന്നൽ, ബന്ധുക്കളുടെ തിരക്ക്, വേദിയിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു യുവാവും യുവതിയും. അവളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം, കണ്ണുകളിൽ സ്വപ്നങ്ങൾ, മാതാപിതാക്കളുടെ മനസ്സിൽ അഭിമാനം. എല്ലാവരും ഒരേ കാര്യം തന്നെ മനസ്സിൽ പറഞ്ഞു: ഇവർ സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ജോഡിയാണ്. ആ യുവതി ഞാനായിരുന്നു. അവൾ വീണ്ടും നിശബ്ദയായി. കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീർ തുടയ്ക്കാൻ പോലും ശ്രമിച്ചില്ല. ശേഷം പതുക്കെ തുടർന്നു: സർ, വടക്കേ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ്റെ മകൻ്റെ ജീവിതശൈലിയും പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ശാലീനതയും നിഷ്കളങ്കയും മാത്രം കൈമുതലായിരുന്ന ഒരു പെൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കാൻ എത്ര വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നാണ് വന്നതെന്ന് ഒരു സാധാരണ സ്കൂൾ അധ്യാപകനായ എൻ്റെ അച്ഛന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അച്ഛൻ ചെയ്തത് തെറ്റല്ലായിരുന്നു. അദ്ദേഹം മകളുടെ നല്ല ജീവിതം മാത്രമായിരുന്നു മനസ്സിൽ കണ്ടത്. പക്ഷേ ചിലപ്പോൾ നല്ല ഉദ്ദേശങ്ങൾ പോലും മതിയാകില്ലല്ലോ സർ. ആ ദിവസം ആ വിവാഹമണ്ഡപത്തിലുണ്ടായിരുന്ന ഒരാൾക്കും അറിയില്ലായിരുന്നു അന്നെടുത്ത ആ മനോഹര ചിത്രങ്ങൾ 5 വർഷങ്ങൾക്ക് ശേഷം കുടുംബക്കോടതിയിലെ ഫയലുകളുടെ ഭാഗമാകുമെന്ന്. ആ വാക്കുകൾ പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറച്ചിരുന്നു. അത് ഭയമായിരുന്നോ, പശ്ചാത്താപമായിരുന്നോ, അതോ ഇന്നും മാഞ്ഞു പോകാത്ത ഒരു ഓർമ്മയുടെ വേദനയായിരുന്നോ? എനിക്കൊന്നും തിരിച്ചറിയാനായില്ല. പക്ഷേ ആ നിമിഷം എനിക്കൊരു കാര്യം വ്യക്തമായി: വിവാഹമോചനം സംഭവിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല. അതിൻ്റെ തുടക്കം പലപ്പോഴും വിവാഹ ദിവസം തന്നെ ആരും കാണാതെ മറഞ്ഞു കിടക്കുന്ന ചെറിയ തീരുമാനങ്ങളിലാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും ഇതാണ്. ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ വിവാഹം വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ലോകത്തിൽ ഒരു വിവാഹവും ഞങ്ങൾ വിവാഹമോചനം നേടാനാണ് വിവാഹം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നില്ല. എല്ലാവരും പ്രതീക്ഷയോടെയാണ് തുടങ്ങുന്നത്. എല്ലാവരും സന്തോഷം തേടിയാണ് തുടങ്ങുന്നത്. എല്ലാവരും ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാവുന്ന വിശ്വാസത്തോടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്? വിവാഹത്തിലോ? അല്ല. മനുഷ്യരിലോ? അല്ല. പലപ്പോഴും തയ്യാറെടുപ്പിലാണ് പിഴവ്, പ്രതീക്ഷകളിലാണ് പിഴവ്, ആശയവിനിമയത്തിലാണ് പിഴവ്, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിലാണ് പിഴവ്. നിർത്തൂ. ഇനി മുന്നോട്ട് പോകും മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനല്ല പോകുന്നത്, ഒരു ചോദ്യ പരമ്പരയാണ് ചോദിക്കാൻ പോകുന്നത്. ദയവായി ഓരോ ചോദ്യത്തിനും നിങ്ങളുടെ മനസ്സിൽ മാത്രം ഉത്തരം പറയുക. ആ ഉത്തരങ്ങൾ മറ്റാരും കേൾക്കേണ്ടതില്ല, പക്ഷേ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരാളെ സ്നേഹമുള്ളതുകൊണ്ടോ അതോ ഒറ്റപ്പെടലിനെ ഭയന്നിട്ടോ? നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ നിങ്ങൾ ശരിക്കും അറിയുമോ അതോ അറിയാമെന്ന് മാത്രം കരുതുന്നുണ്ടോ? നിങ്ങൾ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ അതോ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരാളെ അന്വേഷിക്കുകയാണോ? നിങ്ങൾ വിവാഹത്തിന് തയ്യാറാണോ അതോ വിവാഹ ചടങ്ങിന് മാത്രമാണോ തയ്യാറായിരിക്കുന്നത്? ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ, അവയിൽ എത്രയെണ്ണം നിങ്ങൾ തന്നെയുണ്ട്? നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കപ്പെടുന്നത് പോലെ സ്നേഹിക്കാൻ പഠിച്ചിട്ടുണ്ടോ? നിങ്ങളെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാളെ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരവസാന ചോദ്യം. ഈ നിമിഷം നിങ്ങളുടെ മകനോ മകളോ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളോ നിങ്ങളോട് വന്ന് ചോദിച്ചാൽ എനിക്ക് വിവാഹം കഴിക്കണം, നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അതെ എന്ന് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ ആദ്യം അവരെ ഇരുത്തി ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും കേൾപ്പിച്ചു കൊടുക്കുമോ? ആ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരമായിരിക്കും നിങ്ങൾ ഈ പുസ്തകം എന്തുകൊണ്ട് വായിക്കണമെന്ന് പറയുന്ന ഏറ്റവും വലിയ കാരണം. നമുക്ക് തുടരാം.